നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നേ മരകായുധങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും അല്ലേ? ഒരു പരീക്ഷണം എന്ന പോലെ ഈ നനകിഴങ്ങ്, വള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഒരു കിഴങ്ങ് ചാക്കിനകത്തിൽ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി. അപ്പം അത് നമ്മളിന്നൊന്ന് പറിച്ചു നോക്കാൻ പോവുക, അതിനകത്തിൽ കിഴങ്ങൊക്കെ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി. കണ്ടോ, ഇത്രയും കിട്ടി കേട്ടോ. ഇനി നമുക്കിനി ഇതൊന്ന് അടത്തിയും കൂടെ എടുക്കണം. ഒരു മൂട് കൂടെ ഉണ്ട് ഇതിനകത്തിൽ എടുക്കാനേ. ഇതൊന്നും പറഞ്ഞു പോയേക്കുന്ന കണ്ടോ, ഇനി ഉണ്ട് കിഴങ്ങ്. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു കിഴങ്ങായിരുന്നു നമ്മൾ ഇതിനകത്തിൽ കുഴിച്ചു വെച്ചത്. ഇതിൽ നിന്നുണ്ടായതാണ് ഇത്രയും. ഇതിനകത്ത് കൊണ്ടോ നോക്കട്ടെ. നമുക്ക് ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് പുഴുങ്ങി നോക്കാം, എങ്ങനെയാ പുഴുങ്ങുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ കണ്ടോ, നല്ല കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 5-6 പീസ് എടുത്തിട്ടുള്ളേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ വള്ളിയൊക്കെ അതൊക്കെ അങ്ങ് പൊക്കോളും നമ്മൾ വെന്ത് കഴിഞ്ഞ് പൊളിച്ചെടുക്കുമ്പോൾ. ഇത് ചെത്തിയല്ല ഇത് പുഴുങ്ങുന്നത്. ഇത് നമ്മൾ ഈ 2 സൈഡും ഇങ്ങനെ അറ്റം കണ്ടിച്ചിട്ട് ഇങ്ങനെ 2 സൈഡും ഒന്ന്, ഒരു സൈഡാണെങ്കിലും 2 സൈഡാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമുണ്ട്. അങ്ങനെ അതുപോലെ നമുക്ക് ഇതെല്ലാം അങ്ങനെ ഒന്ന് എടുക്കാവേ. നമ്മൾ ഈ കണ്ടിച്ചിടുന്ന ഇതിൻ്റെ മണ്ടയും കിളുക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇത്രയും വലിയ കിഴങ്ങൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും കിളുക്കും. നമ്മളെ കുക്കറിനകത്തിൽ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ, തിളയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് ആ കിഴങ്ങ് കുക്കറിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ടൈം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് കല്ലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്കിതൊന്ന് 2 വിസിലും കൂടെ കേൾക്കട്ടെ, അടച്ചു വെക്കാം. നമുക്ക് കിഴങ്ങ് വേകുമ്പോഴത്തേനും നമുക്കൊരു തൈര് ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കാന്താരി, കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല പുളിയുള്ള നല്ല കട്ട തൈരും കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് റെഡിയാക്കാം. നമ്മളെ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരിയും കൊച്ചുള്ളിയും കൂടി കാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാതെ ചതച്ചെടുക്കാം. ഇത്തിരി അരയുണ്ടാകും. ഇത്തിരി ഉപ്പുകല്ലും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. കാന്താരിയൊക്കെ ഉള്ള സമയത്തെ
ഏറെ കാന്താരിയൊക്കെ കിട്ടുമ്പം ഇത് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഏറെ കാലം ഉപയോഗിക്കാം കേട്ടോ. കാന്താരിയുടെ മണം മൂക്കിനകത്തോട്ട് അടിച്ചു കയറുന്നു. നമ്മുടെ കാന്താരി ഉള്ളിയൊക്കെ നമ്മൾ ചതച്ചേ. ഇനി നമുക്കതൊന്ന് കോരി എടുത്തിട്ട് തൈരും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാവേ. വെളിച്ചെണ്ണ വേണ്ടിയവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ തൈര് ചമ്മന്തിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. തൈര് ചമ്മന്തിയുടെ നല്ല മണം ആ ചെറിയ ഒരു പുളിയും കാന്താരിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ആകുമ്പോൾ അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി കണ്ടോ. നമ്മുടെ കിഴങ്ങും കൂടെ ഒന്ന് വേകട്ടെ. നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയെന്ന് നോക്കാം. പോയി നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ വെന്തു. ഞാനിവിടെ കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നൊന്ന് എടുത്തിട്ട് ഒന്ന് പൊളിച്ച് ഈ തൈര് ചമ്മന്തിയൊക്കെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഞാൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടോ പൊളിഞ്ഞു പോരുന്നു. നമ്മൾ അല്ലാതെ പച്ചയ്ക്ക് എടുത്താൽ ഇത്ര ഇതായിട്ട് പൊളിഞ്ഞു പോരത്തില്ല. ഇത് ഞാൻ പൊളിച്ചിട്ട് കാണിക്കാവേ. നമ്മുടെ കിഴങ്ങൊക്കെ പുഴുങ്ങി പൊളിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ചമ്മന്തി ഉണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യണം. നല്ല മഴയുടെ കാറ് വരുന്നുണ്ട്. മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാവേ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ 2 വിസിൽ കുക്കറിനകത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാതെ പാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നോക്കി വേഗം നോക്കി ഊറ്റിയെടുക്കാം. സൂപ്പറാണ് കേട്ടോ. ഇപ്പം തന്നെ മഴ വീഴുമെന്ന് തോന്നുന്നേ. ഇനി അകത്ത് കയറി ഇരുന്നിട്ട് കഴിക്കാം. കൊള്ളാം, സൂപ്പറാണ്. ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വന്നിരിപ്പുണ്ടേ. ഇനി വേണോ ഡൈമന്? അത് കഴിക്കാം. തരാം, കഴിച്ചിട്ട് തരാം. കഴിക്കും. ഈ വീഡിയോയ്ക്ക് വലിയ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.